ആമേൻ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധാത്മാവായ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹാസാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നുവരെയും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നമുക്കുണ്ടായിരുന്നു. ആ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ അനേക ദൈവമക്കൾ ജോയിൻ ചെയ്യുകയും പ്രാർത്ഥിക്കാൻ വളരെ വളരെ താല്പര്യത്തോടെ ആത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകത്തോടെ മുൻപോട്ട് വരികയും ഒക്കെ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ തുടർമാനമായിട്ട് ചിന്തിക്കാനാണ് ഇന്ന് ദൈവാത്മാവ് എന്നെ നിയോഗിക്കുന്നത്. ഇന്നലെ എടുത്തു വെച്ച ഭാഗം ഒരു വാക്യത്തിൽ നിന്നും മറ്റൊരു വചനത്തിലേക്ക് പോകാൻ പോലും കഴിയാത്തതുപോലെ ആത്മാവിൻ്റെ ഒരു തിക് പ്രസൻസ് ഉണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒട്ടും കുറയാതെ ഇന്നത്തെ ഈ മീറ്റിങ്ങിലും ഉള്ളതിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. വേഗം ഇന്നലെ ചിന്തിച്ച തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 21-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചു. ഇന്നും അത് തന്നെ വായിച്ച് താഴേക്ക് ചിന്തിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. ഒരു ദൈവിക സന്ദർശനം പലരുടെയും ലൈഫിൽ ഉണ്ടായി എന്ന് നിങ്ങൾ എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ അതിനായി വാഴ്ത്തുന്നു. സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവിക സന്ദർശനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനത്തോടുകൂടെയാണ് വരുന്നത് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. എന്തിന് നാം ദൈവവചനം ധ്യാനിക്കുന്നു, എന്തിന് പ്രസംഗിക്കുന്നു, പ്രസംഗം എന്തിന് കേൾക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തോടുകൂടെയാണ് ഒരു സന്ദർശനം ദൈവം വ്യക്തികൾക്ക് നൽകുന്നത്. ഒരു എൻകൗണ്ടർ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചനത്തെ ലിസൺ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ദൈവത്തിൽ നിന്ന് ഒരു സന്ദർശനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് പുതിയ നിയമത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കേൾവിക്കാരനും മാത്രമേ സന്ദർശനത്തിനു വേണ്ടി പറയാനോ പ്രാർത്ഥിക്കാനോ പറ്റത്തുള്ളൂ. ഒരു നല്ല കേൾവിക്കാരനാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നല്ലൊരു ദൈവവചന കേൾവിക്കാരനാണെങ്കിൽ, കേൾക്കുന്ന ദൈവവചനത്തെ കുറിച്ചു വെക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ, കേൾക്കുന്ന ദൈവവചനത്തെ ഹൃദയത്തിൻ്റെ പലകയിൽ പതിക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ റിസർവ് ചെയ്യുന്നൊരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദർശനം ആവശ്യപ്പെടാൻ കഴിയും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദർശനത്തെ വിശ്വസിക്കാൻ കഴിയും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദർശനത്തെ കൊതിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ദൈവവചന കേൾവിക്കാരനാകുന്ന, ദൈവവചനത്തെ കേൾക്കാൻ കൊതിക്കുന്ന, ദൈവവചന കേൾവിക്ക് വേണ്ടി സമയം സെപ്പറേറ്റ് ചെയ്യുന്ന, സമയം വേർതിരിച്ചു വെക്കുന്ന ഒരു സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ആണ് താങ്കളെങ്കിൽ, നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇന്ന് ദൈവത്തോട് പറയാൻ പറ്റും, അപ്പാ ഞാൻ നിന്റെ വചനം കേൾക്കുന്നു, നിന്റെ വചനത്താൽ എന്നെ സന്ദർശിക്കണമേ, നിന്റെ വചനത്താൽ എന്നെ സന്ദർശിക്കണമേ. അങ്ങനെ കൊതിക്കുന്നവരുടെ ലൈഫിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന ഒരു ദൈവിക സന്ദർശനം വെളിപ്പെട്ടു വരുന്നൊരു ദിവസമായിരിക്കും. ദൈവത്തിന്റെ സന്ദർശനമുണ്ടായ അബ്രഹാം സാറായിക്ക് ആ 1-ാമത്തെ വാക്യം അവസാനിക്കുന്നതിന് മുൻപേ നമ്മൾ വായിച്ചു, താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. അതും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. വാഗ്ദത്തം ചെയ്തു കൊടുത്തത് നിവർത്തിച്ച ഒരു ദൈവം. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, വാഗൊണ്ട് പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തത് മറന്നു പോകുന്നൊരു ദൈവം അല്ല, വാഗ്ദത്തം ചെയ്തത് എനിക്ക് നിവർത്തിച്ചു തരുന്നൊരു ദൈവമാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു കാര്യം പ്രവചിക്കുകയാണ്. വാഗ്ദത്തം ചെയ്തിട്ട് ഇതുവരെ നിവർത്തി വരാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ദൈവമാണ് വാഗ്ദത്തം ചെയ്തതെങ്കിൽ നിവർത്തിക്കുന്ന കരം ഇന്ന് ഈ വാക്കിന്റെ പുറകെ ചലിക്കുന്നുണ്ട്. ഈ വാക്കിന്റെ പുറകെ ചലിക്കുന്നുണ്ട്. കർത്താവ് എന്നെ മറ്റൊരു ചിന്തയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഒരു ഭക്തന്റെ വാക്കിന്റെ പുറകെ ചലിക്കുന്ന ഒരു ദൈവം, ഒരു വിശ്വസ്തന്റെ വാക്കിന്റെ പുറകെ ചെയ്യാൻ നിൽക്കുന്ന ഒരു ദൈവം. നമ്മൾ മുൻപേ പോകുന്ന ദൈവത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട് അല്ലേ? പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മുന്നേ പോകുന്നൊരു ദൈവമുണ്ട്. തീർച്ചയായിട്ടും മുന്നേ പോകുന്നൊരു ദൈവമാണ്. പക്ഷെ ഒരു വിശ്വസ്തൻ കൂടെ ഉണ്ടെങ്കിൽ, ഒരു വിശ്വസ്തൻ ആ ദൈവത്തിന്റെ കൂടെ നടക്കുന്നെങ്കിൽ, കർത്താവ് പുറകിൽ നിന്ന് വാച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ദൈവമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു വിശ്വസ്തനാണ് മുന്നേ നടക്കുന്നതെങ്കിൽ, ഒരു ദൈവശബ്ദം കേട്ട് നടക്കുന്നവൻ എപ്പോഴും ധൈര്യത്തോടെ നടക്കും. അവന്റെ പുറകെ നടക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്.
അവൻ്റെ പുറകെ നടക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവം എന്തിനാ ഒരു മനുഷ്യൻ്റെ പുറകെ നടക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് ചിന്തയുണ്ടാകും. ദൈവമല്ലേ, ദൈവം എപ്പോഴും ഫസ്റ്റ് അല്ലേ, പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വ്യക്തി. ദൈവം മുമ്പിലല്ലേ, ഫസ്റ്റ് ദൈവമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, ദൈവം മുമ്പിൽ തന്നെ. പക്ഷെ നിങ്ങളുടെ പിന്നിൽ നിന്ന് ദൈവം നോക്കുന്നത് കൊണ്ട് ദൈവം പിന്നിലാകുകയല്ല. അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ നിന്ന് ദൈവം നോക്കുന്നത് കൊണ്ട് ദൈവം എൻ്റെ പിന്നിൽ, ഞാൻ ദൈവത്തിൻ്റെ മുന്നിലും എന്നല്ല അതിൻ്റെ മീനിങ്. പിന്നെയോ, ഒരു വിശ്വസ്തനായിട്ടാണ് ഞാൻ നടക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധയോടെ നോക്കുകയും അതിൽ പ്രസാദിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ഒരു സിറ്റുവേഷൻ വിശ്വാസത്തോടെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് എന്നെ വീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസ്തനായിരിക്കണം. അപ്പൊ വിശ്വസ്തന്റെ പുറകിൽ ദൈവം ധൈര്യത്തോടെ നിൽക്കും. ഇത് പലർക്കും ഉള്ള ദൈവശബ്ദമായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വിശ്വസ്തന്റെ പുറകിൽ ദൈവം നിൽക്കും. ഞാൻ പ്രാർത്ഥിച്ചോളാം ഈ വിഷയത്തിനെന്ന് പറയുന്ന വിശ്വസ്തന്റെ പുറകിൽ ദൈവം നിൽക്കും, കൂടെ ദൈവം നിൽക്കും. ഞാൻ ഉപവസിച്ചോളാം എന്ന് പറയുന്നവന്റെ കൂടെ ദൈവം നിൽക്കും. ഞാൻ ട്രൈ ചെയ്തോളാം, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നവന്റെ കൂടെ ദൈവം നിൽക്കും. എന്നിട്ട് അവന്റെ ആ വിശ്വാസം അവൻ എന്ത് പ്രവൃത്തിയായി വിതയ്ക്കുന്നു, എന്ത് പ്രവൃത്തിയായി അവൻ കാഴ്ചവെക്കുന്നു എന്ന് നോക്കിയിട്ട് അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കാം. ഇനി വിശ്വാസത്തോടെ എന്ത് പൊട്ടത്തരം കാണിച്ചാലും അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം തന്നെ കേട്ടോ. വിശ്വാസത്തോടെ എന്ത് പൊട്ടത്തരം കാണിച്ചാലും, ഞാൻ നിങ്ങളെ തെളിയിക്കണമെങ്കിൽ, മല്ലനായ ഗോലിയാത്തിനെ സമയം നമുക്ക് ഇന്ന് ആ ദാവീദും ഗോലിയാത്തും എടുത്ത് സമയം ഞാൻ കളയത്തില്ല. എനിക്ക് അതിനേക്കാൾ വലിയ ഒരു സബ്ജക്റ്റ് ഇതിനകത്തുനിന്ന് എനിക്ക് ഇന്ന് പൂർത്തീകരിക്കാനുണ്ട്. ഇന്നലെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല, എനിക്ക് ഇന്ന് പൂർത്തീകരിക്കണം. എന്നാലും കർത്താവ് കണക്ട് ചെയ്യുന്ന വേർഡ് ഞാൻ പറയാതെ പോയാൽ എൻ്റെ മെസ്സേജ് ബ്ലോക്ക് ആവും. കാരണം ഇത് പലർക്കും വേണ്ട ഒരു ദൈവശബ്ദം ഇതിനകത്തുണ്ട്. മല്ലനായ ഗോലിയാത്തിനെ ന്യായമായിട്ടും ഞാനാണ് നേരിടാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ദാവീദിന്റെ സ്ഥാനത്ത് ഞാനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകിൽ ഇസ്രായേൽ രാജ്യം അന്ന് ഭരിക്കുന്ന വ്യക്തിയിൽ നിന്ന് വാള് വലിച്ചു വരും, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കത്തിയോ തോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അമ്പോ വില്ലോ എന്തെങ്കിലും എടുക്കും. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എടുത്ത പൊങ്ങാത്ത കല്ലാണെങ്കിൽ രണ്ടുപേരുടെ സഹായം ചോദിച്ചെങ്കിൽ എടുത്തു പൊക്കി പുള്ളിയുടെ തലയ്ക്കെറിയാൻ നിൽക്കും, ഞാനാണെങ്കിൽ. പക്ഷേ ദാവീദ് വന്നേച്ച് അദ്ദേഹം തെരഞ്ഞെടുത്തത് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, ശ്രദ്ധിക്കണേ, പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, വാള് ചോദിച്ചാൽ രാജാവ് വാള് കൊടുക്കും, ആയുധം ചോദിച്ചാൽ ആയുധ ശേഖരം കൊടുക്കും രാജാവ്. കാരണം ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ദാവീദ് നിൽക്കുന്നത്. ഇന്ന് പലർക്കു വേണ്ടിയും നിൽക്കുന്നവരോടാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടി മുഴുവാരോ എടുത്തുകൊണ്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഈ സന്ദേശം പറയുന്നത്. ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടി ഒറ്റയാൾ പട്ടാളം പോലെ നിൽക്കുന്നവരോടാണ് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവരോടാണ് ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, തരാൻ കടംപ്പെട്ടവരുമുണ്ട്. പക്ഷെ പലരും നീ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ ദാവീദ് നിൽക്കുന്നേ. ഹല്ലേലൂയ. സഹായിക്കാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്, അമ്മാച്ചന്മാരായിട്ടും അമ്മായിമാരായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും നീ എന്ത് ചെയ്യുന്നു, നീ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ നോട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഇസ്രായേൽ രാജ്യം അങ്ങനെ തന്നെ നിൽക്കുന്ന, രാജാവും അങ്ങനെ തന്നെ നിൽക്കുന്ന, ആയുധവാഹകരും അങ്ങനെ തന്നെ നിൽക്കുന്ന, ഇവൻ എന്താ കാട്ടാൻ പോണേ, ഈ കൊച്ചു ചെക്കൻ എന്താ കാട്ടാൻ പോണേ, ഈ ഇപ്പം മുളച്ചു വന്ന ഇയാൾ എന്താ കാട്ടാൻ പോണേ, ആക്ഷേപം. ശരി, അവിടെ ഇരിക്കട്ടെ. അപ്പോ ഇപ്പൊ ദാവീദിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്തോ ചെയ്യും, ഏറ്റവും മൂർച്ചയുള്ള ഒന്ന് എടുക്കും അല്ലേ, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതെടുത്തെല്ലാം ഞാൻ എത്തിപ്പിടിക്കും അല്ലേ. രാജാവിനോട് പറയും, എനിക്ക് കുറച്ച് പട്ടാളക്കാരെത്താ, എനിക്ക് കുറച്ച് ആയുധം താ, എനിക്ക് കുറച്ച് സേവകരെത്താ, എങ്ങനെയൊക്കെ പറയും ഞാനില്ലേ. പക്ഷെ ദാവീദ് ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ല. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവരെ കൊണ്ടൊന്നും ചെയ്യുന്നത് പോലെ അല്ല ദൈവം ചെയ്യാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നാള് കുറേ ആയി പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരുന്നിട്ട്, നാള് കുറേ ആയി ഉപവാസം എന്ന് പറഞ്ഞ് കയറിയിരുന്നിട്ട്, നാള് കുറേ ആയി ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരുന്നിട്ട്, പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ആ ഡിസിഷനിൽ നിന്ന് ഇതുവരെയും ഈ നിമിഷം വരെയും വേർതിരിഞ്ഞു പോയില്ല എന്ന് ചോദിച്ചാൽ,
മറ്റ് രീതികളിലൂടെ ഒന്നും അല്ല ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ അകത്ത മനുഷ്യനോ അറിയാം. നിങ്ങൾക്കോ നിങ്ങളുടെ അകത്ത മനുഷ്യനോ അറിയാം. അതാ ഇനിയും പ്രാർത്ഥിക്കാം എന്നൊരു തീരുമാനത്തിലും ഇനിയും പ്രാർത്ഥനയിൽ മടുത്തു പോയിട്ടില്ല എന്ന ഒരു തീരുമാനത്തിലും നിങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് ആരും സെലക്ട് ചെയ്യാത്ത ഒന്ന് ദാവീദ് സെലക്ട് ചെയ്തു. മിനുസമുള്ള 5 കല്ല്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അയാളെക്കാളും 10 ഇരട്ടി പൊക്കവും 10 ഇരട്ടി തൂക്കവും ഉള്ള ഒരു മനുഷ്യനെ നേരിടാൻ കവണയുടെ സ്പേസിൽ വെക്കാൻ പറ്റുന്ന, ആ റബ്ബർ തണ്ടിന്മേൽ വെക്കാൻ പറ്റുന്ന ആ കല്ലെടുത്താൽ മതിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ പൊക്കവും എൻ്റെ തടിയൊന്നും അല്ല ഗോലിയാത്തിന്. ആ ഫെലിസ്ത്യ സൈന്യത്തിന് മല്ലൻ എന്ന് പറയുമ്പോൾ അതുപോലെ തൂക്കവും അതുപോലെ പൊക്കവും അതുപോലെ ഭയപ്പെടുത്തുന്ന ഒരു രൂപവും പോരെങ്കിൽ എല്ലാ ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, പടച്ചട്ടയോടെ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ നേരിടാൻ വാളില്ലാതെ, ആയുധമില്ലാതെ, മൂർച്ചകളൊന്നുമില്ലാതെ, തോക്കില്ലാതെ, ബോംബില്ലാതെ, ശരി നീ കല്ലെടുത്തതേ എടുത്തു, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കല്ലെങ്കിലും എടുക്കാതെ മോനെ നിന്റെ കയ്യിലിരുന്ന ഈ കവണയിലും അതിൻ്റെ ചെറിയൊരു കല്ല് വെക്കുന്ന സ്ഥലത്തിൽ മാത്രം വിശ്വസിച്ച് നീ പോയി 5 മിനുസമുള്ള കല്ലെടുക്കാൻ തോട്ടിലിറങ്ങിയ നിന്റെ ധൈര്യം സമ്മതിക്കണം. ഹല്ലേലൂയ. അയാളെ ചുറ്റിപ്പറ്റി, ഫെലിസ്ത്യനെ ചുറ്റിപ്പറ്റി, ഗോലിയാത്തിനെ ചുറ്റിപ്പറ്റി ഇത്രയും ആയുധവാഹകര് നിൽക്കുമ്പോൾ ഇയാളിലേക്ക് മാത്രം ഉന്നം വെച്ചിട്ട് 5 കല്ലിൽ പിടിച്ച നിന്റെ ധൈര്യം, 1 അല്ലെങ്കിൽ 5 അത്രേ ഉള്ളൂ, അതിനപ്പുറം പിന്നൊന്നില്ല. ഇനി 5 പിഴച്ചാലോ? ഈ ചിന്ത ദാവീദിന്റെ ഉള്ളിലില്ല. എന്റെ പൊന്നു സുഹൃത്തെ, കയ്യിൽ ദൈവം ഏൽപ്പിച്ചേക്കുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു ചെറുവരമാണെങ്കിലും വലിയ ആൾക്കാരുടെ കയ്യിലുള്ള വലിയ സംഭവങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും, വലിയ ആൾക്കാരുടെ കയ്യിലുള്ള വലിയ കൃപാവരങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലില്ലെങ്കിലും, ദൈവം കയ്യിൽ ഏൽപ്പിച്ചേക്കുന്ന 5 മൊഴി പ്രാർത്ഥിക്കാനുള്ള കൃപയാണെങ്കിലും, ഒരു ചെറിയ സ്പേസിൽ വെക്കാനുള്ളതേ ഉള്ളെങ്കിലും അതിനെ ഉപയോഗിക്കാനുള്ള ധൈര്യശാലിയാ ദൈവത്തിന് മല്ലന്മാരെ മറിച്ചിടാൻ വേണ്ടത്. യേശുവിന്റെ നാമത്തിൽ മല്ലന്മാരെ മറിച്ചിടാൻ വേണ്ടത്. ആമേൻ. അങ്ങനെ ദൈവം കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ചെറുതിനെയെങ്കിലും വില കൽപ്പിക്കുന്ന ഒന്നിനെയാണ്. ഹല്ലേലൂയ. ഇവിടെ വലിയ ആയുധ ശേഖരമുള്ളവർ മുട്ടിടിച്ചു വിറയ്ക്കുമ്പോഴാ 5 മിനുസമുള്ള കുഞ്ഞങ്കല്ലെടുത്ത ദാവീദ് ധൈര്യശാലിയായിട്ട് ഉന്നം വെച്ചത്. ധൈര്യമായിട്ട് നീ ഉന്നം വെച്ചോ. നീ ഉന്നം വെക്കുന്നിടത്ത് നിന്റെ പ്രാർത്ഥന കൊള്ളുകയും ചെയ്യും. മറിഞ്ഞു വീഴേണ്ടവൻ നിന്റെ മുമ്പിൽ മലർന്നല്ല കവിണ്ണു വീഴുകയും ചെയ്യും. ഗോലിയാത്ത് എങ്ങനെയാ മറിഞ്ഞു വീണേ? മലർന്നാണോ വീണേ? ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇന്ന് രാവിലെ എന്നോടൊരു ദൈവാസം സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ഞങ്ങൾ ഈ മറിഞ്ഞു വീണതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം എങ്ങനെയാ ഗോലിയാത്ത് വീണേ? സാധാരണ ഒരു അടി ഇങ്ങനെ അടിച്ചാൽ നമ്മൾ ഇങ്ങനെയാ പോവുക അല്ലേ, ഇങ്ങനെയാ വീഴുക അല്ലേ? പക്ഷേ നെറ്റിത്തടത്തിന്മേ കൊണ്ട് കവിണ്ണാ വീണേ. ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ സബ്ജക്റ്റ് ആണെങ്കിലും, എത്ര വലിയ മല്ലനാണെങ്കിലും, എത്ര ആയുധധാരിയാണെങ്കിലും, എത്ര അവകാശം പറയുന്നതാണെങ്കിലും, എത്ര പരാക്രമശാലിയാണെങ്കിലും, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ദൈവം കയ്യിൽ ഏൽപ്പിച്ചത് ഉന്നം വെച്ച് പിടിച്ച് അങ്ങോട്ടേക്ക് തൊടുത്തു വിടുന്ന നിന്റെ പ്രാർത്ഥനയെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. നിന്റെ മുമ്പിൽ ഇതുവരെ മറിഞ്ഞു വീഴാത്ത ചില കൂറ്റൻ കെട്ടിടങ്ങൾ, ചില കൂറ്റൻ ശക്തികൾ ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, താങ്കൾക്ക് ഇതുവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത കേസുകൾ ഈ പ്രാർത്ഥനാ ദിവസം ഞാൻ ആത്മാവിൽ നിയോഗത്തോടെ കൈമാറുന്നു. നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴുന്ന, നിങ്ങളുടെ മുമ്പിൽ കാവിണു വീഴുന്ന, നിനക്ക് കീഴ്പ്പെടുന്ന ഒരു തലത്തിലേക്ക് ദൈവം കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തും. Hallelujah. Praise to Jesus. ആരും തെരഞ്ഞെടുക്കാത്തത് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവം ആർക്കും കൊടുത്തിട്ടില്ലാത്ത എന്തൊക്കെയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നും തരാനുണ്ടെന്നും ആമീനി. ആർക്കും തെരഞ്ഞെടുക്കാൻ തോന്നാത്ത
ഈ വിശ്വാസം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ, ഈ ഒരു വഴി പ്രാർത്ഥിക്കാം എന്നുള്ളൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ, ആർക്കും കൊടുത്തിട്ടില്ലാത്ത ശ്രേഷ്ഠകരമായത് നിങ്ങളെ ഏൽപ്പിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. ആർക്കും തോന്നാത്ത, എത്ര ബുദ്ധി ഇല്ലാത്തവനും ബുദ്ധിയുള്ളവനും തോന്നാത്ത ഒരു കാര്യമാണ് തോട്ടിലെ മിനുസമുള്ള 5 കല്ലെടുത്ത് മല്ലനെ തള്ളിയിടാം. ആർക്കും തോന്നാത്ത ഈ ഒരു തീരുമാനത്തിലേക്ക് ദാവീദ് എത്തിയിട്ടുണ്ടെങ്കിൽ, അന്ന് അവിടെ ആർക്കുമില്ലാത്ത ഒരു അഭിഷേകം ഈ മനുഷ്യൻ്റെ മേൽ പകരാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് കൊണ്ട് തന്നെ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതിനു മുന്നേ കൊട്ടാരത്തിനകത്ത് വെച്ച് ആക്ഷേപിക്കപ്പെട്ടവനാണ് ദാവീദ്. ഇതിനു മുന്നേ തൻ്റെ കഴിവുകളിൽ സംശയം തോന്നിയ തനിക്ക് കഴിവുണ്ടോ, തന്നെ കൊണ്ടൊക്കെ സാധിക്കുമോ, ഇവൻ എന്ത് ബാലിശമായി സംസാരിക്കുന്നേ എന്നുവരെ കേൾക്കേണ്ടി വന്ന വ്യക്തിയാണ് ദാവീദ്. തൻ്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ച വ്യക്തികളാണ് ഇപ്പോൾ ചുറ്റിനും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ പലരുടെ മുമ്പിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോഴും കഴിവിൽ സംശയം തോന്നിയപ്പോഴും ദാവീദിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു: ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇവിടെ എന്നെ കൊണ്ടുവന്നതും ഇതിനുവേണ്ടി എൻ്റെ ഉള്ളത്തിലൊരു നിർബന്ധം ഇട്ടിരിക്കുന്നതും മാനുഷികമല്ല, ദൈവികമാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില നിർബന്ധങ്ങൾ മാനുഷികമല്ല. ഏറ്റെടുക്കാൻ പറ്റുന്നവർ മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കും. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചില നിർബന്ധങ്ങൾ ഉള്ളിലിട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ചില നിർബന്ധങ്ങൾ ദൈവം ഉള്ളിലിട്ടിരിക്കുന്ന എന്തോ ചില കാര്യങ്ങൾക്ക് ചെയ്യണം, അച്ചീവ് ചെയ്യണം, നേടണമെന്നൊരു നിർബന്ധം. ആമേൻ. അതൊന്നും വാശിയോ ശാഠ്യോ അല്ല. ദൈവം ചില പ്രത്യേക കാര്യങ്ങളും നിയോഗങ്ങളും നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി കർത്താവിട്ടിരിക്കുന്ന നിർബന്ധങ്ങളാണ്. ദൈവം ഇട്ടിരിക്കുന്ന നിർബന്ധങ്ങളാണ്. അവൻ നിന്നെക്കൊണ്ട് അത് സാധിക്കുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളെ കൊണ്ടൊക്കെ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ, അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ, എന്നേക്കാൾ കഴിവുള്ളവരില്ലേ, എന്നേക്കാൾ പ്രായം കുറഞ്ഞവരില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ, ഞാൻ ആത്മാവിൽ പറയാം, പ്രായം കുറഞ്ഞതും പ്രായം കൂടിയതൊന്നും ഇവിടെ ഒരു വിഷയമല്ലെങ്കിൽ, ദാവീദിന്റെ കേസിൽ ഒരു വിഷയമല്ലെങ്കിൽ, ഗോലിയാത്തിന്റെ കേസിൽ ഇതൊരു വിഷയമല്ലെങ്കിൽ, കുഞ്ഞെ, ദൈവം ആർക്കും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇടാത്തത് നിന്റെ മേൽ എൻ്റെ ദൈവം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ പലർക്കും പറ്റാത്തത് നിങ്ങളുടെ മേൽ കർത്താവ് ഇട്ടിട്ടുണ്ട്. ആ നിയോഗത്തിലേക്ക് കയറി പിടിച്ചോ. ഇത് ദൈവം അതിനായി നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തിയതല്ലേ. അപ്പൊ വാഗ്ദത്തം നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തത് അവധിക്ക് സാറ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. നമ്മൾ അതുവരെ ഇന്നലെ ചിന്തിച്ചു നിന്നെ. ഇനി നിങ്ങളെ എനിക്ക് കൊണ്ടുപോകാനുള്ളത് ഇവിടെ ഒരു 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവിടെ മുതൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്, സാറ അബ്രഹാമിന് പ്രസവിച്ച മകൻ അവൻ ഈസ്ഹാക്ക് എന്ന് പേരിട്ടു. ഈസ്ഹാക്ക് എന്ന പേരിന്റെ അർത്ഥം ചിരി എന്നാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞത്, ജീവിതത്തിൽ ചിരി മങ്ങി നിൽക്കുന്ന, ചിരി മറഞ്ഞിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ചിരിയുടെ അനുഭവങ്ങളെ കർത്താവ് തരാൻ പോവുകയാണ്. അപ്പോൾ 4-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഈ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസ്ഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കൽപ്പിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അബ്രഹാം ചെയ്തതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ, പെട്ടെന്ന് മെസ്സേജ് തീരും. അബ്രഹാം ചെയ്തതെല്ലാം ദൈവം പറഞ്ഞതിന് ശേഷമാണ്, അല്ലേ? അബ്രഹാം ചെയ്തതെല്ലാം ദൈവം പറഞ്ഞതിന് ശേഷമാ. അബ്രഹാം ചെയ്തതെല്ലാം ദൈവം പറഞ്ഞതുകൊണ്ടാണ്. അയ്യോ, ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഒന്ന്, അബ്രഹാം ചെയ്തത് ദൈവം പറഞ്ഞതിന് ശേഷമാ. അബ്രഹാം ചെയ്തത് ദൈവം പറഞ്ഞതുകൊണ്ടാണ്. ഒന്നും കൂടെ കയറി പറഞ്ഞാൽ, ദൈവം പറയാത്തതൊന്നും അബ്രഹാം ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ അതിനെ അങ്ങ് വിവരിക്കുക. ദൈവം ഉള്ളിൽ തോന്നിക്കുന്നത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ദൈവം നമ്മുടെ ഉള്ളത്തിലൊരു കാര്യം, ഇത് ദൈവം തോന്നിച്ചാണോ, ഇത് എനിക്ക് തോന്നിയതാണോ, അത് ഇത് ദുർഭൂതമാണോ, ദുരാത്മാവാണോ, ഇത് പൈശാചിക ശക്തിയാണോ, ഇത് എൻ്റെ ജഡ. നോ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവമേ സംസാരിക്കുക. നമ്മൾ ആ ലോക്ക് തുറന്നു കൊടുക്കേണ്ടേ. എൻ്റെ ഉള്ളിൽ പിശാച് സംസാരിക്കത്തില്ല, എൻ്റെ ഉള്ളിൽ സാത്താൻ സംസാരിക്കത്തില്ല, ഇത് ദൈവത്തിൻ്റെ ശബ്ദം. എൻ്റെ ഉള്ളിൽ ആര് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം.
ഇടയ്ക്കും എൻ്റെ രഹസ്യ ജീവിതത്തിൽ സാത്താനും സംസാരിച്ചോ, പരസ്യ ജീവിതത്തിൽ ദൈവം സംസാരിച്ചോ, ആ ലൈൻ ഇവിടെ കിട്ടൂല, ആ ലൈൻ ഇതിനകത്തില്ല, ആ ലൈൻ ഇതിനകത്തില്ല. ഇത് കംപ്ലീറ്റ്ലി ദൈവത്തിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയിൽ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയിൽ ദുരാത്മാക്കൾക്ക് നിങ്ങളോട് വന്ന് ആശയവിനിമയം നടത്താനുള്ള സ്കോപ്പേ ഇല്ല. അങ്ങനെ ഒരു സ്കോപ്പ് ഇതുവരെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, യേശുവിന്റെ നാമത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ലൈനും ഞാൻ പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആക്കുകയാണ്. ക്ലിയർ? അപ്പൊ അബ്രഹാമിന്റെ ദൈവമക്കളെ, അബ്രഹാമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ അബ്രഹാമിൽ കൊണ്ട് അനുഗ്രഹം നിന്നോ? അതെ നമ്മുടെ ഇന്നത്തെ ചിന്ത അതാ. അബ്രഹാമിൽ കൊണ്ട് അനുഗ്രഹം നിന്നോ? ഏതനുഗ്രഹം ആകട്ടെ, സ്പിരിച്വൽ ആകട്ടെ, ഫിനാൻഷ്യൽ ആകട്ടെ, ഏതോ ആകട്ടെ, അബ്രഹാമിൽ കൊണ്ട് നോ. അവിടുന്ന് അബ്രഹാമിൽ നിന്ന് നിൽക്കുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് മടപൊട്ടി ഒഴുകി ഇസ്ഹാക്കിലേക്ക്, അവിടുന്ന് പിന്നെ അങ്ങോട്ട് മടപൊട്ടി ഒഴുകി തലമുറ 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 തലമുറ. ഞാൻ വരെയും അല്ല, എന്നിൽ നിന്ന് എൻ്റെ മകനിലേക്ക്, മകളിലേക്ക്, അങ്ങനെ അങ്ങോട്ട് പോവാണ്. അവരുടെ മക്കളെ അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഞാൻ എന്തിനാ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞേ? എനിക്ക് നിങ്ങളെ വന്നൊന്ന് തൊടാനാ. ഇന്ന് നിങ്ങളായിരിക്കുന്നത് അബ്രഹാമിന്റെ സന്തതികളായിട്ടാണെങ്കിൽ, അബ്രഹാം ദൈവത്തിന്റെ മകനാകാനും ചങ്ങാതിയാകാനും കൂട്ടുകാരനാകാനുമുള്ള ഏക കാരണം, ഒറ്റ കാരണമേ ഉള്ളൂ, ഒരൊറ്റ കാരണമേ ഉള്ളൂ. അബ്രഹാം ദൈവം പറഞ്ഞതേ അബ്രഹാം ചെയ്തുള്ളൂ. ദൈവം പറഞ്ഞത് അബ്രഹാം ചെയ്യാതെ ഇരുന്നില്ല. ഓ ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ തടസ്സം എന്താന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ കണ്ണടച്ചൊറ്റ ഉത്തരം പറയും, ദൈവ ശബ്ദത്തിൽ എവിടെയൊക്കെയോ പിഴവ് വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവശബ്ദത്തിൽ പിഴവ് വരുത്തിയിട്ടുണ്ട്. അതായിരുന്നു. ഇന്ന് പരമാവധി എന്നെ കൊണ്ടാവോളം ഞാൻ ദൈവശബ്ദത്തിൽ പിഴവ് വരുത്താറില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, അകത്ത് എന്തുവാ ഈ മൂളുന്നേ, കർത്താവ് എന്തുവാ സംസാരിക്കുന്നത്, എന്തകത്ത് മന്ത്രിക്കുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും ദൈവഹിതമല്ലാത്ത ഒരു കാര്യം ഒരു വ്യക്തിയോട് പറഞ്ഞാൽ പോലും സഡൻലി എൻ്റെ സ്പിരിറ്റ് വേദനിക്കുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഞാൻ അവരെ വിളിച്ച് ക്ഷമ ചോദിക്കും. അന്നേരം നമ്മുടെ ആ ഒരു വികാരത്തിൽ നമ്മൾ ഒന്ന് ഹാർഷായിട്ടുള്ളൊരു ശബ്ദത്തിൽ, ഒന്ന് റഫായിട്ടുള്ളൊരു ശബ്ദത്തിൽ സംസാരിച്ച എൻ്റെ സ്പിരിറ്റ് വേദനിച്ചാൽ ഓൺ ദ സ്പോട്ട് ഞാൻ അവരെ റീകോൾ ചെയ്യും. ഞാൻ കാര്യം ബോധ്യപ്പെടുത്തും, ഇന്ന കാരണം കൊണ്ടാണ് അങ്ങനെ. കുറച്ചൊന്ന് ഞാൻ റഫായിട്ട് സംസാരിച്ച് എന്നോട് വിഷമം തോന്നരുത്, നോ ഐ ആം ബിസി, ഐ വിൽ കോൾ യു ലേറ്റർ പറയും. അതിനിപ്പോൾ നിങ്ങൾക്ക് സംശയം വേണ്ട, പാസ്റ്റർ ഇനി ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കാം, അങ്ങനെയല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വളരെ എമർജൻസി ആയൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ആവർത്തിച്ച് കോൾ വരുന്നൊരു കാര്യം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒരു വ്യക്തി തന്നെ കട്ട് ചെയ്താലും പിന്നെയും റീകോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു തടസ്സം വരും, ബുദ്ധിമുട്ട് വരും. നമുക്കവിടെ സംസാരത്തിൽ അവിടെ കട്ടാവും. നമ്മളൊരു ദൈവശബ്ദം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് കട്ടാവും. മറ്റെന്തെങ്കിലും നമ്മുടെ പേഴ്സണലി എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് അശ്രദ്ധ വരും. അപ്പോൾ സഡൻലി നമ്മളങ്ങ് ആ ഒരു കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ആരോടും ഞാൻ വഴക്കിന് പോകുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ദൈവം പറയുന്നത്, അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്തിൽ പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ ആ സ്വരത്തിൽ അവരോട് സംസാരിച്ചേ? ആ ശബ്ദത്തെ ഞാൻ അനുസരിക്കാത്തവനാണെങ്കിൽ നാളെ ദൈവമേ ഇന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ആലോചന തരണേന്ന് പറഞ്ഞ കർത്താവ് ഒന്ന് ആലോചിക്കും, ഇനി തരണമെന്ന്. ദൈവശബ്ദം, അത് അബ്രഹാമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഞാനത് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പൊ അത് ചെയ്യണോ എന്ന ഒരു ചോദ്യത്തിന്റെ ഒരു ദിശയിലേക്ക് അബ്രഹാം തിരിഞ്ഞു നോക്കിയിട്ടില്ല. മകനെ കൊടുക്കൂന്ന് പറഞ്ഞു, സ്തോത്രം ചെയ്തു, വിശ്വസിച്ചു, മകനെ വാങ്ങി. ആ മകനെ യാഗം ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഞാൻ വേണോ? വേറെ ഒരുപാട് ഇവിടെ തൊഴുത്തി നിപ്പുണ്ട്, മൃഗങ്ങൾ മുഴുവൻ വേണമെങ്കിൽ യാഗം അർപ്പിക്കാം എന്ന് പറയുന്ന ഒരു ദിശയിലേക്ക് അബ്രഹാം തിരിഞ്ഞില്ല. അതായത് ദൈവം പറഞ്ഞതേ അബ്രഹാം ചെയ്തുള്ളൂ, ദൈവം പറഞ്ഞത് അബ്രഹാം ചെയ്യാതിരുന്നില്ല. അതിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇസ്ഹാക്കിന്റെ ലൈഫിലേക്ക് നോക്കിയിട്ട് നമുക്ക് വരാം, അല്ലെങ്കിൽ ഇന്ന് മെസ്സേജ് തീരത്തില്ല. അപ്പോൾ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസ്ഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. ദൈവ ശബ്ദമാണ് നിങ്ങളുടെ തലമുറയെങ്കിൽ,
ദൈവ ശബ്ദമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, ദൈവ ശബ്ദമാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ, ദൈവ ശബ്ദമാണ് നിങ്ങളുടെ ജീവനെങ്കിൽ, ദൈവ ശബ്ദമാണ് ഇന്നത്തെ ഈ ലൈഫെങ്കിൽ, ഞാനൊരു സന്തോഷത്തോടൊരു ദൈവാലോചന കൈമാറാം. അതിൻ്റെ 4 ചുറ്റും വളയാൻ ശത്രു സൈന്യം തയ്യാറായിട്ട് നിൽക്കും. പക്ഷേ ദൈവം ഇട്ടിരിക്കുന്ന ഒരു അഗ്നി വലയത്തിന്റെ പുറത്തെ അവർക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. ആമേൻ. ഒന്നുകൂടെ പറയാം, ദൈവ ശബ്ദമാണ് നിങ്ങളുടെ ഈ ജീവിതമെങ്കിൽ, ദൈവ ശബ്ദമാണ് നിങ്ങളുടെ തലമുറയെങ്കിൽ, ദൈവ ശബ്ദമാണ് നിങ്ങളുടെ ഇന്നത്തെ ജീവനെങ്കിൽ, ദൈവ ശബ്ദമാണ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫെങ്കിൽ, ദൈവ ശബ്ദമാണ് നിങ്ങൾക്കുള്ള എന്തെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഒരു ദൈവശബ്ദത്തിൽ ലഭിച്ചതാ ബ്രദറെ, അതൊക്കെ ഒരു ദൈവശബ്ദത്തിൽ കിട്ടിയതാ ബ്രദറെ, അതൊക്കെ ഒരു ദൈവ കൃപയാ ബ്രദറെ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അതിന് നേരെ തീർച്ചയായിട്ടും കഴുകൻ കണ്ണുകൾ ഉണ്ടാകും. അതിന്റെ നേരെ തീർച്ചയായിട്ടും റാഞ്ചൽ പക്ഷി പറക്കും, എങ്ങനെയെങ്കിലും റാഞ്ചി എടുക്കാൻ, എങ്ങനെയെങ്കിലും അതിനകത്ത് നിങ്ങളെ അങ്ങ് തകർക്കാൻ. പക്ഷേ ദൈവ ശബ്ദമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തോ, ദൈവദാനമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളത് എന്തോ, അതിന് ചുറ്റും ദൈവം ഇട്ടിരിക്കുന്ന ഒരു അഗ്നി വലയത്തിന്റെ പുറത്ത് നിൽക്കാനേ ഞാൻ പറഞ്ഞ ഈ റാഞ്ചൽ പക്ഷിക്കും കഴുകന്റെ കണ്ണിനും ഒക്കെ പറ്റത്തുള്ളൂ. കാര്യം എന്നാ? ദൈവ ശബ്ദം മാത്രമേ എൻ്റെ സ്വന്തമായിട്ടുള്ളൂ. എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, എൻ്റെ പൊന്നപ്പനെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് എന്തോ, ഞാൻ രാജയോഗത്തിൽ ജീവിക്കുന്നോ, ഞാനൊരു സാധാരണക്കാരനായി ജീവിക്കുന്നോ, ഞാൻ ശുശ്രൂഷകനായിട്ട് ജീവിക്കുന്നോ, ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കപ്പെട്ടവനായിട്ട് ജീവിക്കുന്നു, എന്തും ഏതും എൻ്റെ ഈ ആരോഗ്യവും ജീവനും സൗന്ദര്യവും പോലും അപ്പനെ നിന്റെ ദാനമെന്ന് പറഞ്ഞ് തന്നെ താഴ്ത്താൻ കഴിവുള്ളവന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു ഹെവൻലി പ്രൊട്ടക്ഷൻ. Oh, the power of the God in name of Jesus. Hallelujah. ദൈവം കൊടുക്കുന്ന ഒരു ഹെവൻലി പ്രൊട്ടക്ഷൻ. നീ മിനിസ്ട്രി ചെയ്യുന്നോണ്ട് നിന്നെ ഭൂതം തൊടത്തില്ല. ഭൂതം തൊടും എപ്പോഴാന്നറിയാവോ? എന്റെ കഴിവിൽ ഇന്നത്തെ മെസ്സേജ് കലക്കി. ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് പ്രവചിച്ചു. ഞാൻ പുള്ളി മുന്നിൽ വന്ന് നിന്നപ്പോ അവന്റെ മനസ്സ് ഞാനങ്ങ് വായിച്ചു. ഹല്ലേലൂയ. ഒരലക്കിങ്ങനെ അലക്കും എടുത്തിട്ട്. എന്റെ പൊന്നു സുഹൃത്തെ, കൃപയല്ലേ, കൃപ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. കൃപയുടെ ഫാക്ടറി ഒന്നും ഞാൻ നടത്തുന്നില്ലല്ലോ. കൃപയെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക്. എന്താ ഈ കൃപ? എന്താ കൃപ? പൗലോസിനോട് ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, എടാ നിന്റെ കൃപ മതി നിന്റെ ബലഹീനതയ്ക്ക്. എന്താ കൃപ? മറ്റാർക്കും പൗലോസിനോട് തോന്നാത്തതും മറ്റാർക്കും തോന്നിയാലും പൗലോസിന്റെ ആ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതുമായ കാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുവൻ വന്ന് ഏൽപ്പിച്ചതാണ് കൃപ, അല്ലെങ്കിൽ ചെയ്തു കൊടുത്തതാണ് കൃപ. ആ വ്യക്തിക്ക് അദ്ദേഹത്തോട് തോന്നിയ ഒരു കമ്പാഷൻ, ഒരു ഫേവർ എന്നോ അല്ലെങ്കിൽ ഒരു ലവ് എന്നോ എങ്ങനെ വേണേലും പറയാം, അതാണ് കൃപ. പറഞ്ഞ എനിക്കെന്നുള്ളതെല്ലാം എൻ്റെ കൃപ. ഞാൻ എവിടെയെങ്കിലും ഞാൻ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും ഞാനെന്നൊരു പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ഈ മലയാളം ശൈലിയിൽ നമ്മൾ പലയിടത്തും ഞാനെന്നും നീയെന്നും ഒക്കെ സംബോധന ചെയ്യുന്നു. ശരിക്കും അത് തെറ്റാ. നീ എന്ന സംബോധന, നിന്നെ എന്ന നമ്മൾ ഈ മലയാളത്തിൽ അതങ്ങനെ ശീലിച്ചു പോയി. പുസ്തകത്തിൽ പോലും അങ്ങനെയാണ്, ആ ഒരു ശൈലിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. അതങ്ങനെയാണ് ആ ട്രാൻസ്ലേഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ വായിച്ചു പഠിച്ചു പോയി. കഴിവുള്ളിടത്തോളം തിരുത്താം, അത്രയേ ഉള്ളൂ. പൂർണ്ണമായിട്ട് പറ്റും എന്ന് തോന്നുന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെയും നീ നമ്മൾ സംബോധന ചെയ്യാറുണ്ട്, വളരെ തെറ്റാ. പക്ഷേ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നൊരു ദൈവം അതിന് കണക്കെടുത്തില്ല എന്നാണ് എൻ്റെ മാനുഷികമായ വിശ്വാസം. നീ, നമ്മളപ്പനെ നീ എന്ന് വിളിക്കാറില്ല, പക്ഷെ നമ്മൾ ദൈവത്തെ നീ എന്ന സംബോധന നമ്മൾ ശീലിച്ചു പോയി. വഴക്കം നമ്മൾ വാമൊഴിയായി കേട്ടും എല്ലാം നമ്മൾ ശീലിച്ചു പോയി, വായിച്ചും ശീലിച്ചു പോയി. പുസ്തകത്തിൽ പോലും അങ്ങനെ ആകുന്നു എഴുതി വെച്ചിരിക്കുന്നത്. കഴിവുള്ളിടത്തോളം തിരുത്താൻ ശ്രമിക്കുക, അതിനപ്പുറം പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ദൈവ ശബ്ദത്തിനനുസരിച്ച് അബ്രഹാം ചെയ്തത് കൊണ്ട് അനുഗ്രഹം ഇസ്ഹാക്കിലേക്ക് കൈമാറി. 17 ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിലേക്ക് വരിക.
ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അതിന് ദൈവം, നിങ്ങളെ ഞാൻ 15 മുതൽ കൊണ്ടുപോകും. ഉൽപ്പത്തി പുസ്തകം 17-15 മുതൽ ഞാൻ വായിച്ചു കൊണ്ടുവരിക. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറാ എന്ന് ഇരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ളവന് സാറാ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇശ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഞാൻ അവനോടും എന്ന് ദൈവം ഉച്ചരിക്കണമെങ്കിൽ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ വന്നു. എന്നെ അവൻ തോളത്തൊക്കെ കൈയിട്ടതിന് ശേഷം, എൻ്റെ സുഖവിവരമൊക്കെ തിരക്കിയതിന് ശേഷം എൻ്റെ മോൻ അടുത്ത് വന്നോ പറയാ, എടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. എടാ എനിക്ക് നിന്റെ അപ്പനെയും അതുപോലെ നിന്നെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. തോളത്ത് കൈയിട്ടിട്ട് പറയാം, എടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ എന്ന് എൻ്റെ മോനോട് പറഞ്ഞാൽ ഞാൻ എന്ത് മീൻ ചെയ്യണം? ഞാൻ ഇത്രയും മീൻ ചെയ്യണ്ടു. അവന് എന്നെ ഇഷ്ടമുള്ളതുപോലെ അവനെയും ഇഷ്ടമാണ്. ഞാൻ അവനോടും എന്ന് പറയണമെങ്കിൽ അബ്രഹാമിനെ അത്രേ ഇഷ്ടമായതുകൊണ്ടാണ് ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടിയുടെ ഒരു കൈമാറ്റം നടക്കുന്നത് നിങ്ങൾ കണ്ടോ? ബ്ലെസ്സിങ്ങിന്റെ, അനുഗ്രഹത്തിന്റെ ഒരു ഇമ്പാർട്ടേഷൻ നടക്കുന്നത് നിങ്ങൾ കണ്ടോ? ദൈവസന്നിധിയിൽ വയറൊട്ടിച്ച് ഉപവസിക്കുകയും മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ വില മുടക്കുകയും ദൈവനാമത്തിനു വേണ്ടി എന്തെങ്കിലും ഒക്കെ ചുമൽ കൊടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രീതിപാത്രമായി തീർന്നേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ 20 വായിച്ചപ്പോൾ, അധ്യായത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ വായിച്ചപ്പോൾ അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ ചെയ്തു, ദൈവം പറഞ്ഞത് ചെയ്യാതിരുന്നതും ഇല്ല എന്ന് നമ്മൾ ധ്യാനിച്ചത്. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണോ? ഞാൻ താൻ തോന്നിയായിട്ട് നടന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രീതിപാത്രമാകണം. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നെ ഇഷ്ടമല്ലാതെ അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മോനെ ഇഷ്ടമാണെന്ന് പറയൂ. എൻ്റെ ശത്രുവായ ഒരുത്തൻ എൻ്റെ വീട്ടിൽ വന്നിട്ട്, എടാ മോനെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയൂ. അവൻ എൻ്റെ വീട്ടു വളപ്പിൽ പോലും വരത്തില്ല. എനിക്കൊരു സുഹൃത്തുള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ വന്നേ. അവൻ എൻ്റെ ചങ്ങാതി ആയതുകൊണ്ടായി എൻ്റെ മക്കളെ ഇഷ്ടപ്പെട്ടെ. അവർക്ക് ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് കൊടുത്തേ. പ്രിയപ്പെട്ട സുഹൃത്തെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഈ ആലോചന കൊണ്ടുവരികയാണ്. ഈ ദൈവസന്നിധിയിൽ നിങ്ങൾ വില മുടക്കുന്നതൊന്നും വെറുതെ പോകത്തില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് അവിടെ കൊണ്ട് അത് ലാപ്സായി പോവുകയല്ല. പിന്നെ പ്രാർത്ഥിച്ച് പ്രീമിയം അടയ്ക്കാൻ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും നിന്നോടുള്ള ദൈവത്തിന്റെ ഫേവർ, നിന്റെ ഉപവാസത്തോടുള്ള എൻ്റെ ദൈവത്തിന്റെ കടാക്ഷം, നിങ്ങളുടെ പ്രാർത്ഥനയോടുള്ള എൻ്റെ ദൈവത്തിന്റെ പ്രീതി നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും തലമുറയോളം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു നിലവാരത്തിൽ, അതിൻ്റെ ഒരു പകർച്ച സംഭവിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കൊണ്ട് തീരുന്നതല്ല ബ്ലെസ്സിങ്, നിങ്ങൾ കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം, നിങ്ങൾ കൊണ്ട് തീരുന്നതല്ല അനുഗ്രഹം. ഞാൻ എന്ത് അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നേ? നിങ്ങൾ എൻ്റെ ലേബൽ മാറ്റിക്കളയരുത്. പ്രോസ്പെരിറ്റി പ്രീച്ചർ എന്ന ലേബൽ എൻ്റെ മേൽ കൊണ്ട് ഒട്ടിച്ചിട്ട് എന്നെ ഒരു സാധാരണക്കാരനാക്കി കളയരുത്. ഞാൻ സംസാരിക്കുന്നത് പ്രോസ്പെരിറ്റിയെ കുറിച്ച് തന്നെയാണ്. അതിനകത്ത് എല്ലാ പ്രോസ്പെരിറ്റിയും പെടും. ഞാൻ ആദ്യം പറയുന്ന പ്രോസ്പെരിറ്റി എൻ്റെ ദൈവവുമായിട്ടുള്ള ആ ഒരു ലവാണ്. ഞാൻ അതിനകത്ത് പ്രോസ്പർ ആയാലേ ഉള്ളൂ. ഞാൻ എന്നും പറയുന്നൊരു വാക്കാത്. ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അങ്ങനെ വിശ്വസിക്കാൻ എൻ്റെ ജീവിതത്തിൽ കാരണങ്ങൾ ഏറെ.
ഏറെ. കർത്താവിൻ്റെ മുഖം നോക്കി ജീവിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? കൈയൊന്ന് എണ്ണട്ടെ. കർത്താവിൻ്റെ മുഖം നോക്കി ജീവിക്കുന്ന എത്ര പേരുണ്ട്? അയ്യോ, കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ഓക്കെ, സ്തോത്രം, പ്രൈസ് ഗോഡ്. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് നിങ്ങൾ കൈ ഉയർത്തിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തമാശ പറഞ്ഞതാണ്. കർത്താവിൻ്റെ മുഖം നോക്കി ജീവിക്കും. കർത്താവിൻ്റെ മുഖം നോക്കി തന്നെയാ ദാവീദ് തോട്ടിൽ കല്ലിനെ വിശ്വസിച്ചത്. ഞാൻ ഇങ്ങനെയും കൂടെ ഒരു ദൂത് പറയാനൊരു നിയോഗം വരിക. കർത്താവിനെ വിശ്വസിച്ചിട്ട് ഒരു പേപ്പർ കഷ്ണം കയ്യിലെടുത്താലും, കർത്താവിനെ വിശ്വസിച്ചിട്ട് ഒരു പേപ്പർ കഷ്ണം കയ്യിലെടുത്താലും ഇത് എന്താകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നോ ആ രീതിയിൽ ഇത് ആയി എൻ്റെ ജീവിതത്തിൽ മറുപടി വെളിപ്പെട്ടിരിക്കും. ഞാൻ നിങ്ങളോട് ഒരിക്കൽ എം എ വർഗീസ് അങ്കിൾ ചെയ്ത ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ബെതേലേജിയുടെ സീനിയർ പാസ്റ്റർ എം എ വർഗീസ് അങ്കിൾ കാനഡയോ US എവിടെയോ ഇരുന്നൊരു ബ്രദർ വിളിച്ച് വൈഫ് വളരെ ക്രിട്ടിക്കലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വിളിച്ച് ആ മിഡ് നൈറ്റിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചെയ്തൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ണാടിയുടെ കവർ എടുത്തു വെച്ചിട്ട് ആ വ്യക്തി എഴുന്നേറ്റിരിക്കട്ടെ, ഞാൻ അവളെ യേശുവിൻ്റെ ഇന്ന വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇന്ന വ്യക്തിയെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. വീണ്ടും ആ കണ്ണാടി കവർ അവിടെ ഇടും. വീണ്ടും അതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രൊഫറ്റിക്കൽ ആക്ഷൻ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും റീകോൾ ചെയ്ത് വെച്ച് ഇപ്പോൾ വൈഫിന് എങ്ങനെയാണ് ഫാസ്റ്റ് അവൾ എഴുന്നേറ്റിരുന്ന് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. അവരുടെ ലൈഫ് വിട്ടു. അവർ ജീവിക്കാനുള്ളവരല്ല, അത് ഡോക്ടർ പോലും പറഞ്ഞതാ. പക്ഷേ ഇവിടെ ഈ ബാംഗ്ലൂരിൽ ഇരുന്നുള്ള ഈ പ്രാർത്ഥനയിൽ, ആ പ്രൊഫറ്റിക്കൽ ആക്ഷനിൽ, ആ പ്രവൃത്തി അവിടെ നടന്നെങ്കിൽ എൻ്റെ സുഹൃത്തെ, ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നു. ഇതിന് എതിരാളികളുണ്ടോയെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാത്തതേ ഉള്ളൂ ദൈവത്തിന് പരാതി. മനുഷ്യരെന്തോ പറഞ്ഞോട്ടെ, മനുഷ്യർ പരാതി പറയൂ, എന്തോ വേണോ ചെയ്തോട്ടെ. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാത്തതാ പ്രശ്നം. അവിടെ നമ്മൾ ഈ മുന്തിയവരെ തേടിപ്പോകുന്നതാ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത. മുന്തിയവർ ചെയ്താലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് പറയുന്നതാണ് ദൈവത്തിന് ഇഷ്ടമല്ലാതെ. ഞാനിവിടെ ഇരുന്ന് വിശ്വസിച്ച് എനിക്കിനിയിപ്പോൾ ഈ ഒരു പേപ്പർ എനിക്കിതേ പറ്റൂ. അല്ല, ഈ കാരാഗ്രഹത്തിനകത്ത് കിടന്ന പൗലോസിനും ശീലാസിനും രാത്രിയിൽ ജയിലിന്റെ മതിൽ ചാടണമെന്ന് തോന്നിയില്ല, കമ്പി വളച്ചിറങ്ങണമെന്ന് തോന്നിയില്ല. ഞാൻ ഏറ്റവും വലിയ ഞാനൊരു യഹൂദ പൗരനാണ്, ഞാനൊരു റോമാക്കാരനാണെന്ന് പറഞ്ഞ് വലിയ ആളായി സംസാരിക്കണമെന്ന് തോന്നിയില്ല. അദ്ദേഹത്തിന് മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ പൗലോസെ ശീലാസെ ദൈവകോപം വെളിപ്പെടാൻ. നീ ആരുടെയും പേര് പറയാൻ പോണ്ട, നീ ആരെ അഭയം ചൊല്ലാൻ പോണ്ട, നീ ആർക്കും ഒന്ന് ഗേറ്റ് ലോക്ക് തുറന്നു തരാമോ, ഞാൻ ഇറങ്ങി പൊക്കോട്ടേന്ന് നീ കെഞ്ചാൻ പോണ്ട, കിഴിയാൻ പോണ്ട, നീ ആരോടും വായ്പ ചോദിക്കാൻ പോണ്ട, ഒന്നും പോണ്ട. ഇയാളെ കൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. ഈ പേപ്പർ കഷ്ണം എടുത്തു വെച്ച് എന്തായി തീരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ഇപ്പോൾ ഈ വിശ്വാസ പ്രാർത്ഥനയാൽ അത് സാധ്യമാക്കി തന്നതിനായി സ്തോത്രം. പൗലോസ് മുട്ടുമടക്കി, ശീലാസ് മുട്ടുമടക്കി, അവർ പാടി സ്തുതിച്ചു. ഭൂമിയുടെ അടിസ്ഥാനം, തലയിൽ കല്ല് വീഴാതെ ഭൂമിയുടെ അടിസ്ഥാനം ഇളക്കാൻ പറ്റുന്ന ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ അടിസ്ഥാനം ഇളകി കഴിഞ്ഞാൽ കെട്ടിട കിടിഞ്ഞാൽ കല്ലും മണ്ണും എല്ലാം കൂടെ തലയിൽ വീണ ആള് പടിയാവും. പക്ഷെ തലയിൽ ഒരു തരി മണ്ണ് വീഴാതെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കി ഭക്തനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കാൻ എന്റെ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല. ഒന്നും കൂടെ വൃത്തിയായ ഭാഷയിൽ പറയാം, പാർശ്വഫലങ്ങളില്ലാതെ, തിരിച്ചടികളില്ലാതെ, നിന്റെ വിഷയത്തിനകത്ത് നിന്ന് നിന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയും? ഹല്ലേലൂയ. ഇന്നും ഇസഹാക്ക് തീർന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ യാഗത്തിനുള്ള അനുസരണമാണ് ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെടാൻ കാരണം, അബ്രഹാം അതിലേറെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം. ആ ഇസഹാക്കാണ് ക്ഷാമകാലത്ത് വിതച്ചത്. വേനലിൽ വിതച്ചു. ആ ആണ്ടിൽ 30, 60, 100 മേനിയായി അത് കൊയ്തു എന്ന് പറഞ്ഞാൽ നിർത്തുക എൻ്റെ മെസ്സേജ്, എൻ്റെ സമയം കഴിഞ്ഞു. 30, 60, 100 മേനിയായി അത് വിളവെടുത്തത്. ഞാനൊരു ദൂത് പറയാം. വിശ്വാസത്തോടെ നീ ക്ഷാമകാലത്ത് വിതച്ചാലും, പ്രാർത്ഥനയിൽ നിങ്ങൾ വിതച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം,
നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി. നിങ്ങൾ പ്രാർത്ഥനയിൽ വിതച്ചാൽ, ദൈവവചനത്തിൽ നിങ്ങൾ വിതച്ചാൽ, എൻ്റെ വിത തെറ്റിദ്ധരിച്ചെടുക്കരുത്, ദയവായി തെറ്റിദ്ധരിച്ചെടുക്കരുത്. നിങ്ങളുടെ വിത ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ന വണ്ണം ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥനയിൽ വിതച്ചാൽ, നിങ്ങൾ ഫെയ്ത്ത് വിതച്ചാൽ, നീ അത് കൊയ്യും. 30 അല്ല, 60 അല്ല, 100 മേനിയായി നീ കൊയ്യും. ഞാൻ ആത്മാവിൽ ഇതൂത് കൈമാറുക. അബ്രഹാമിൻ്റെ ക്ലോസ് ഇന്റിമേറ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇസഹാക്കിലേക്ക് അനുഗ്രഹം പകർന്നേ. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടായി മാറിക്കഴിഞ്ഞാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയൊന്നും വേണ്ട. ഉടമ്പടി അങ്ങോട്ടേക്ക് കൈമാറും. ഉടമ്പടി വീണ്ടും അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഉടമ്പടി വീണ്ടും പുതുക്കി എഴുതും. മക്കളുടെ മക്കൾ, അങ്ങനെ തലമുറയോൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. പ്രിയപ്പെട്ടവർ, എൻ്റെ ദൈവം പഞ്ഞം പിടിച്ച ദൈവം അല്ല. അനുഗ്രഹിക്കാൻ പിശുക്കുള്ള ദൈവം അല്ല. ആശീർവദിക്കാൻ പിശുക്കുള്ള ദൈവം അല്ല. വിശ്വസിക്കുക, കർത്താവ് വളർത്തും, ദൈവം വളർത്തും. നിങ്ങളെയും വളർത്തും, മക്കളെയും വളർത്തും, മക്കളെയും വളർത്തും. ദൈവം പണിയും. വിശ്വസിക്കുന്നവർ മാത്രം. ആ ഇസഹാക്കാ വിതച്ചത്. ആ ഇസഹാക്കാണ് ആർക്കും കൊയ്ത്ത് കിട്ടാത്ത കാലത്ത് ഇസഹാക്കിന് കിട്ടി. ക്ഷാമകാലത്ത് വിതയ്ക്ക്. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നൊരു അനുഭവമാണോ? ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നൊരു അനുഭവമാണോ? നീ പ്രാർത്ഥനയിൽ വിതയ്ക്ക്. വിശ്വാസത്തോടെ ചുവട് വെക്കുക. ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം കാലം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾ എന്ത് വിഷയമായിട്ടാണോ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, അതിന്മേൽ പ്രവർത്തിക്കുന്നു തന്നെ ഞാൻ നിസ്സംശയം പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ക്ഷാമം രോഗം നിമിത്തമാണെങ്കിൽ അതിന്മേലൊരു വിടുതൽ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. പക്ഷെ ഒരു കാര്യം, ദൈവ ശബ്ദത്തിനനുസരിച്ച് അബ്രഹാം ചുവട് വെച്ചതുപോലെ ദൈവം പറഞ്ഞത് അബ്രഹാം ചെയ്തു. ദൈവം പറയാത്തത് അബ്രഹാം ചെയ്തില്ല. ദൈവം പറഞ്ഞത് ചെയ്യാതിരുന്നുമില്ല. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ സെക്കൻഡിൽ കർത്താവെ ഒരു ആത്മ പകർച്ച ഇതിനകത്ത് വെളിപ്പെട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ക്ഷാമങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്ഷാമങ്ങൾ മാറട്ടെ. എല്ലാ ദാരിദ്ര്യം മാറട്ടെ. എല്ലാ മനപ്രയാസം മാറട്ടെ. യേശുവിൻ്റെ എല്ലാ മനപ്രയാസങ്ങൾ മാറട്ടെ. എല്ലാ മടുപ്പുകൾ മാറട്ടെ. വാഗ്ദത്തത്തിന്മേൽ ചിതല് പിടിച്ചതുപോലത്തെ ചില അനുഭവങ്ങൾ പുറ്റിടിഞ്ഞു പോകുന്നത് പോലെ ഈ സെക്കൻഡിൽ ഒരു ദൈവശക്തി ഇറങ്ങി പുറ്റിടിഞ്ഞു മാറുകയാണ്. നിന്റെ ജീവിതം ചിതൽ തൊടാനുള്ളതല്ല. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ചിതൽ തൊടാനുള്ളതല്ല. യേശുവിന്റെ നാമത്തിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹമായ എൻ്റെ ജീവിതം എന്ന് പറയുന്ന, ദൈവത്തിന്റെ ദാനമായ എൻ്റെ ലൈഫ് എന്ന് പറയുന്ന, ദൈവം തന്നതല്ലാതെ എന്നിൽ ഒന്നും ഇല്ലെന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നൊരു അഗ്നി കൊണ്ടൊരു വലയം തീർക്കാൻ പോകുക കർത്താവ്. അഗ്നി കൊണ്ടൊരു വലയം. നിനക്കുള്ള എല്ലാറ്റിന്മേലും ഒരു ദൈവിക സംരക്ഷണം. പ്രാർത്ഥിക്കുക. ഒരു ദൈവിക സുരക്ഷിതത്വം കർത്താവ് നൽകുക. തലമുറകൾ വഴിപിഴച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ജീവിത പങ്കാളി കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നവരെ, ഒരു ദൈവിക സംരക്ഷണത്തിനകത്ത് അവർ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വായി പറയണം, ദൈവമേ, നീ പറഞ്ഞതേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അത് പങ്കാളിയാണെങ്കിലും, മക്കളാണെങ്കിലും, സമ്പത്താണേലും, ശുശ്രൂഷയാണേലും, കൃപയാണേലും, വരാണേലും, ബന്ധങ്ങളാണേലും, എല്ലാം നിന്റെ വായ് പ്രസ്താവിച്ചതേ എൻ്റെ കൂടെ ഉള്ളൂ. ദൈവത്തിന് മഹത്വം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന്റെ അനുഗ്രഹത്തിലേക്ക് തൊടുവാൻ ശത്രുവിനെ അനുവദിക്കാതിരിക്കേണ്ടതിന് തന്റെ സന്നിധിയിലെ തീ കൊണ്ട് അവനൊരു വലയം തീർക്കുന്നു. യോബിന് ചുറ്റും എൻ്റെ
ദൈവം തീർത്തതുപോലെ അത് തെളിയിച്ചു തരാൻ ദൈവം തന്നെ ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സംരക്ഷണ വലയം ഒന്ന് നീക്കി കാണിച്ചു. അത് എന്റെ കാഴ്ചയ്ക്കാണ്, അത് ഞാൻ പഠിക്കേണ്ടതിനാണ്. ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിനകത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ അനുഗ്രഹത്തിനകത്ത് നിൽക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വില കാണുകയില്ല. പക്ഷെ ദൈവം തന്നെ ഇയ്യോബിന്റെ ജീവിതത്തിൽ അല്പകാലത്തേക്ക് ആ സംരക്ഷണ വലയത്തെ ഒന്ന് തിരിച്ചു വിളിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ അനുകൂലമായി നിന്നവർ പോലും പ്രതികൂലമായി സംസാരിക്കുന്ന അനുഭവം ഇയ്യോബിന് പഠിക്കാൻ പറ്റി. എവിടെയാ ഞാനും നിങ്ങളും നിൽക്കുന്നേ? ആരുടെ സംരക്ഷണത്തിനകത്താ നിൽക്കുന്നേ? നമ്മൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ശ്വസിക്കുന്നതും ജീവിക്കുന്നതും ചരിക്കുന്നതും ചലിക്കുന്നതും ദൈവത്തിന്റെ കൃപയല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ആ സംരക്ഷണ വലയം ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് മാറിയത് മാത്രം ഒന്ന് ഗ്രഹിച്ചാ മതി. അതൊന്ന് അല്പം മാറിയപ്പോ മോനെ കൂടെ നിന്ന കൂട്ടുദാസി പോലും തള്ളിപ്പറഞ്ഞെന്ന്. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് 4 ദിക്കിന്ന് സുഹൃത്തുക്കൾ ഇറങ്ങി വന്നു, ആശ്വസിപ്പിക്കാനാന്ന് കരുതി. പക്ഷെ വന്നവർ പോലും കുത്തുവാക്ക് പറഞ്ഞെന്ന്, ശപിച്ചെന്ന്, നിന്റെ പ്രവൃത്തി ദോഷമാടാ, നീ ഈ കിടന്ന് പുഴുവരിക്കുന്നേന്ന് പറഞ്ഞു എന്ന് തിരുവെഴുത്ത് പറയുക. ഹല്ലേലൂയ. മോനെ, ദൈവം ഒന്നും ചെയ്തില്ല എന്ന് നിനക്ക് തോന്നുന്നു? കർത്താവ് ഒന്നും തന്നില്ല എന്ന് നിനക്ക് തോന്നുന്നു? ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു? ഉപവാസം വൃഥാവായി പോയി എന്ന് നിനക്ക് തോന്നുന്നു? യോബിന്റെ ജീവിതത്തിൽ നോക്ക്. ആ സംരക്ഷണ വലയം ഒന്ന് നീക്കി വെച്ചപ്പോ ചിരിച്ചോണ്ടിരുന്നവന്റെ അകത്തിരുന്ന വിഷം പുറത്തു വന്നു. നാവിന്റെ അടിയിൽ കരുതിയിരുന്ന വിഷം പുറത്തു വന്നെന്ന്, ചിരിച്ച പല്ലിൽ പറ്റിയിരുന്ന വിഷാംശം തിരിച്ചറിഞ്ഞെന്ന്. ഹല്ലേലൂയ. ഞാൻ ആരുടെ കെയർ ഓഫിലാ ജീവിക്കുന്നേ? ഞാൻ ആരുടെ വകയാ? അപ്പനെ തുല്യം ചൊല്ലാനില്ലാത്ത ഈ അനുഗ്രഹ വലയത്തെ, തുല്യം ചൊല്ലാനില്ലാത്ത ഈ അനുഗ്രഹ വലയത്തെ ഞങ്ങൾ മാനിക്കുന്ന കർത്താവേ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഒന്നിനും നന്ദി പറയാനില്ലെങ്കിലും ഈ സംരക്ഷണ വലയത്തെ ഓർത്ത് നന്ദി പറയണം. ഒന്നും സ്തുതിക്കാനില്ലെങ്കിലും ഈ സംരക്ഷണ വലയത്തെ ഓർത്ത് സ്തുതിക്കണം. അബ്രഹാം ദൈവ സാന്നിധ്യത്തിനകത്ത് സുരക്ഷിതനായിരുന്നത് പോലെ, ഇസ്ഹാക്ക് ദൈവ സാന്നിധ്യത്തിനകത്ത് സുരക്ഷിതനായിരുന്നത് പോലെ, മോശയും പൗലോസും ഉൾപ്പെടെയുള്ള എല്ലാ അഭിഷിക്തന്മാരും അഭിഷിക്ത കുടുംബവും, ദൈവത്തെ സ്നേഹിച്ച സകല മക്കളും തന്റെ ശിഷ്യന്മാരുൾപ്പെടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് സുരക്ഷിതരായിരുന്നത് പോലെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇസ്ഹാക്കിനെ പോലെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു അബ്രഹാമിനെ പോലെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാരെ പോലെ ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എന്റെ കുടുംബവുമോ അതുകൊണ്ട് യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ആ സംരക്ഷണ വലയത്തിനായി സ്തോത്രം. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഇവരെ ഈ തിരുവെഴുത്തിനകത്തുള്ള സകല നന്മകളാലും അനുഗ്രഹിച്ച ദൈവമേ, അടിയനും ഇവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരെയും തലമുറകളെയും ഇവർക്കുള്ള എല്ലാറ്റിനെയും ഞാൻ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഇത്രത്തോളം അനുഗ്രഹവും ഐശ്വര്യപ്രദവും അഭിഷേകമുള്ളതുമാക്കുന്ന ദൈവസ്നേഹത്തിന് നന്ദി.
ഇവരിൽ ഒരു വ്യക്തി പോലും ഈ തിരുവെഴുത്തിനാൽ സ്പർശിക്കാതെ പോകരുതേ. ഇവരെ ഞാൻ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക്, എല്ലാ മഹത്വം അങ്ങേക്കായിരിക്കും. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഞങ്ങളുടെ ഈ മിനിസ്ട്രി നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ, നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും യൂട്യൂബിലും സൂമിലുമായിട്ട് ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നു. നിങ്ങൾക്കതിൻ്റെ ലിങ്കോ മറ്റു വിവരങ്ങളോ ഇതിൻ്റെ പോസ്റ്ററുകളോ ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന സ്പെഷ്യൽ മീറ്റിങ്ങുകൾ, പ്രാർത്ഥനകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കണമെങ്കിൽ ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക, പേരും സ്ഥലവും സഹിതം ഇടുക. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഈ വിഷയങ്ങളും അയക്കുന്നതിനും നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. നിങ്ങളൊരു വലിയ സാക്ഷിയാക്കി കർത്താവ് നിർത്തും. തിരുനാമ മഹത്വത്തിനായിട്ട് നിങ്ങളെ ഉപയോഗിച്ചിരിക്കും. നീ ചിതറിപ്പോകത്തില്ല. നിന്നെ ചിതറിക്കാൻ തീരുമാനിക്കുന്നവൻ ഭയപ്പെടേണ്ടി വരും. ആ നിലവാരത്തിൽ ദൈവം അനുഗ്രഹിച്ചു കളയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മളെ